എല്ലാവരും റമളാനിൽ എന്ത് ചെയ്യണം എന്ന് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാൻ മിടുക്കന്മാരാണ് നമ്മൾ. ശരിക്കും അതിനേക്കാൾ പ്രധാനം എന്ത് ചെയ്യരുത്, ടു നോട്ട് ടു ഡു ലിസ്റ്റിനല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, മൻ ലം യദഅ ഖൗല സൂർ വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജ ഫി അൻ യദഅ തആമഹു വശറാബഹു. ഒരാൾ ചീത്ത സംസാരവും മോശമായ പ്രവൃത്തികളും ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ അയാൾ ഭക്ഷണവും പാനീയവും ഉപേക്ഷിക്കണമെന്ന് അള്ളാഹുവിന് യാതൊരു നിർബന്ധവുമില്ല എന്ന്. വെള്ളമൊഴിക്കുന്ന ബക്കറ്റിനടിയിൽ ഓട്ടയുണ്ടെങ്കിൽ എത്ര വെള്ളമൊഴിച്ചിട്ടും കാര്യമില്ലല്ലോ. നമ്മുടെ പാപങ്ങൾ ആ ഹോൾസ് പോലെയാണ്. നന്മകൾ നിറയ്ക്കുന്നതിനൊപ്പം തിന്മകൾ ഉപേക്ഷിക്കുക എന്നതിനു കൂടിയാണ് തഖ്വ എന്ന് പറയുന്നത്. ജീവിത ശൈലിയായി മാറിയ ഒരു പാപമെങ്കിലും ഈ റമളാനിൽ ഉപേക്ഷിക്കും എന്നുറപ്പ് വരുത്തുക. റമളാൻ എന്നത് പുതിയ ശീലങ്ങൾ തുടങ്ങാനുള്ളത് മാത്രമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. പഴയ ചീത്ത ശീലങ്ങൾ എന്നേക്കുമായി ഉപേക്ഷിക്കാനുള്ളത് കൂടിയാണ്.